കർണാടക ബോർഡറിൽ പൊളിക്കാൻ വേണ്ടി പടക്കം മേടിക്കാൻ വേണ്ടി ഇവിടെ ഹോൾസെയിലായിട്ട് പടക്കം കിട്ടും. ഓൺലി ഗ്രീൻ ക്രാക്കേഴ്സ് അവൈലബിൾ ഫോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് മെഗാ ഡിസ്കൗണ്ട് സെയിലാണ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പടക്കം മേടിക്കാൻ പോകണം. ഗൈസ് സ്റ്റാൻഡേർഡിൻ്റെ പടക്കമാണ്, സ്റ്റാൻഡേർഡിൻ്റെ പടക്കം. അപ്പം പടക്കം മേടിച്ചിട്ട് ഗൈസ് ഞാൻ പടക്കം മേടിക്കാൻ വേണ്ടി പടക്കക്കടയിൽ കയറുവാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് പടക്കമൊക്കെ മേടിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി പടക്കത്തിൻ്റെ ഹോൾസെയിൽ കടയാണ്. അപ്പോൾ കേരളത്തിൽ ക്രിസ്മസിന് ഭയങ്കര പടക്കത്തിൻ്റെ ഇതൊക്കെ ഇല്ല. അപ്പോൾ ഇവിടെ മൊത്തം ഫുള്ള് പടക്കം വെച്ചിരിക്കുക. അതുകൊണ്ട് ഭയങ്കര അടിപൊളി, ഭയങ്കര ഡിസ്കൗണ്ട് വന്ന് ഭയങ്കര ഡിസ്കൗണ്ട് ഒക്കെ എന്ത് മേടിക്കണം എന്നറിയത്തില്ല, അതുപോലെ കിടക്കുന്നുണ്ട്. ഏത് ടൈപ്പ് പടക്കം മേടിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല. അതിന് ക്രിസ്മസ് നമുക്ക് പൊളിക്കാം, ക്രിസ്മസ് അല്ലേ. സലീമേ, എങ്ങനെ പടക്കത്തിന് വിലക്കുറവുണ്ടോ? ആണോ? വിലയുണ്ടോ? വിലക്കുറവുണ്ടോ? ഇതുണ്ടോ? മൊത്തം ഫുള്ള് പടക്കം അല്ലേ? സ്റ്റാൻഡേർഡ് കമ്പനിയുടെ പടക്കം, സ്റ്റാൻഡേർഡിൻ്റെ ശിവകാശിയാന്ന് തോന്നുന്നു. ഇതുണ്ട് മൊത്തം പടക്കം. നമ്മളവിടെ ക്രിസ്മസിന് നല്ലൊരു എമൗണ്ട് മുടക്കുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഓക്കെ. അപ്പം പടക്കം മേടിച്ച് ക്രിസ്മസ് നമ്മൾ ഇവിടുന്ന് ക്രിസ്മസിൻ്റെ ആഘോഷം ഇവിടുന്ന് നമ്മൾ ആഘോഷിക്കും ഗൈസ്. അപ്പം എത്ര എമൗണ്ട് എത്ര കാര്യം ये शॉट एवलो இருக்குது ഷോട്ട് 240 ഷോട്ട് 240 പൊട്ട്. 240 മേളിൽ പൊട്ടി 240 ഷോട്ടാണ്. അത്ര നമുക്ക് വേണ്ട, അത് അത്ര നേരം സമയമില്ല പൊങ്ങിപ്പോവാൻ. 500 ഷെൽസ്. ചെറിയ ഷോട്ടുണ്ട്, ചെറിയ ഷോട്ട് 2-3 മേടിക്കും, അതായിരിക്കും നല്ലത്. എല്ലാം പടക്കമാണ് കേട്ടോ ഗൈസ്, ഫുള്ള് പടക്കമാണ്. വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന പ്രശ്നം ഇരിക്കാനുള്ള പരിപാടിയാണ്. പടക്കം മേടിക്കാൻ പോകും, കറക്കുന്ന ചക്രമൊക്കെ മേടിക്കാൻ പോകും. അതൊക്കെ എന്തൊക്കെ സാധനം നടത്തില്ല. ഇതൊക്കെ എന്താ പ്ലെയിൻ പടക്കമാണെന്ന് തോന്നുന്നു. എന്തോരം പടക്കം, നമ്മൾ കാണാത്ത പടക്കമൊക്കെ ഉണ്ടല്ലോ, കുറ്റി ഉണ്ടല്ലോ. ഇത് ചക്രമല്ലേ? ഇത് ചക്രമല്ലടാ, ഇത് ചക്രം. ഇത് വില കൂടുതലുണ്ടോ? വില കൂടുതലുണ്ടോ? ഒരു വില കുറയ്ക്കാന്ന് പറഞ്ഞു. MRP റേറ്റ് ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നത്, വില കുറയ്ക്കാന്ന് പറയുന്നത്. എടുക്കാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. കമ്പിത്തിരി ഇത് പൂക്കുറ്റിയാ. എവ്വളോ പീസ്? 10 പീസ്. ₹300. ഇത് 300 രൂപ. ഇത് 300 രൂപ പൂക്കുറ്റി. ആ, 10 കുറ്റി. ഇത് 10 കുറ്റി. ഇതാണ് കമ്പിത്തിരി. ഇത് സ്റ്റാൻഡേർഡ് ആണോ? സ്റ്റാൻഡേർഡ് ये स्टैंडर्ड है 600 वन पैकेट अല്ല സെയിം ഇതാ. ये स्टैंडर्ड ना नॉर्मल രണ്ട് സ്റ്റാൻഡേർഡ് മേടിക്കും. രണ്ട് സ്റ്റാൻഡേർഡ് മേടിക്കും. പിള്ളേർക്ക് കമ്പിത്തിരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കമ്പിത്തിരി മേടിച്ചു. ഇത് നല്ലതാണ് ഇക്ക, മൾട്ടി കളർ. രണ്ടും മൾട്ടി കളറാ? ഓ, ചിന്ന കമ്പിത്തിരി എടുക്കാം, ചിന്ന കമ്പിത്തിരി. ഇത് എവ്വളോ? 200. നമ്മൾ പടക്കം മേടിച്ചിട്ടുണ്ട്, കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്. പോലീസ് പിടിക്കാൻ അറിയത്തില്ല, മേടിച്ച് കൊണ്ടുപോവാ സാധനം. ക്രിസ്മസ് പൊളിക്കണോടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞാൻ കോട്ടയം നിന്ന് വെറും 2000 രൂപയ്ക്ക് പടക്കം മേടിച്ചിട്ടില്ലേ? ഒന്നും തികഞ്ഞില്ല പടക്കം, ചുമ്മാ കൊണ്ട് പൈസ കൊണ്ട് കളഞ്ഞ. ഇല്ല, എനിക്കൊരു ഷോട്ട് മേടിക്കണം. ഷോട്ട് ഇതെന്നാണ്? സ്റ്റാൻഡേർഡ് ഷോട്ടാ? എவ்வளோ? ഷോട്ടാണ്. എത്ര ഷോട്ട്? 500 ഷോട്ട്. ഓ മൈ ഗോഡ്. 1 മണിക്കൂർ 1 അവർ 30 മിനിറ്റ്. 500 ഷോട്ടുള്ള സാധനം 7500 രൂപ വില. ഇതെവ്വളോ? 1600. ഇതേത് ബ്രാൻഡ്? ബെസ്റ്റിന്റെ ബ്രാൻഡ് 1600 രൂപ വില. സ്റ്റാൻഡേർഡിന്റെ പടക്കത്തിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്.
സ്റ്റാൻഡേർഡിൻ്റെ പടക്കം മേടിക്കുന്നില്ല, നമ്മൾ മേടിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡിൻ്റെ ഹരിശക്തി എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. ഹരിശക്തി 240 ഷോട്ടാണ്, ഏകദേശം 30 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന പറയുന്നത്. അപ്പോൾ ഹരിശക്തിയുടെ ബ്രാൻഡ്, ഇത് നമ്മുടെ മയൂരി എന്ന് പറയുന്ന ബ്രാൻഡ്, ഇത് നമുക്ക് വേണ്ട, സാധനം നമുക്ക് വേണ്ട. ഓക്കെ ഗൈസ്, നമുക്ക് ഹരിശക്തിയുടെ ബ്രാൻഡ് മേടിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറയാം. കുറേ സാധനം ഞാൻ മേടിച്ചു, ഈ മാലപ്പടക്കം കൂടെ മേടിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കണം, കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല, മയിൽപ്പടക്കമൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ ഇതൊക്കെ എന്തോ സാധനമാണ് അതൊക്കെ. പടക്കമെല്ലാം മേടിച്ചു ഗൈസ്. എത്ര എമൗണ്ട് നടത്തില്ല, എനിക്കൊന്നൊരു 5000 രൂപയുടെ പടക്കമായി കാണും. സ്റ്റാൻഡേർഡിന് നല്ല, ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പടക്കത്തിന് നല്ല ക്വാളിറ്റിയാന്ന് പറയുന്നത്, നല്ല ക്വാളിറ്റി. അപ്പോൾ സ്റ്റാൻഡേർഡിന് തൊടുന്നതിന് ഭയങ്കര വില, 3000 രൂപ, 2500 രൂപ, 1500 രൂപ വില പ്രൈസാണ് വരുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡിന് മേടിക്കുന്നത് നോർമൽ സാധനമാണ് മേടിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ മേടിച്ച് ഇവിടുന്ന് വിടാൻ പോകണം ബാംഗ്ലൂരിൽ നിന്ന്. ഓക്കെ, ഉണ്ട് 250 ഷോട്ട്, ഏകദേശം അരമണിക്കൂർ ലെങ്ത് ഉള്ള സാധനമാണ്. ശിവകാശി പടക്കമാണ് ഗൈസ്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങൾ ഇത്രയും മേടിച്ചു. ഹരിശക്തി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പടക്കമാണ്, സ്റ്റാൻഡേർഡിൻ്റെ ഹൈ ക്വാളിറ്റി പടക്കമാണ്. അപ്പം പടക്കം മേടിക്കണമെന്ന് നേരെ ഹുസൂരിന് വരിക, ഹുസൂരിൽ നിന്ന് പടക്കം മേടിക്കാൻ മേടിച്ചുകൊണ്ട് പോവുക. നമ്മൾ പടക്കം മേടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ക്രിസ്മസ് പൊളിക്കാൻ പോവാണ്. നമ്മൾ സങ്കടപ്പെട്ടൊന്നും ഇരിക്കുന്നില്ല, ക്രിസ്മസ് താറകാനുള്ള പരിപാടി. ഞങ്ങൾ പടക്കം പൊട്ടിച്ചിരിക്കും. ബാഗിൽ ഡിക്കി കയറുന്നില്ല, ഡിക്കി കയറണം. ഡിക്കിൽ നമ്മൾ സാധനം എടുത്തിട്ട് നോക്കാം, നമ്മൾ തുറന്നു നോക്കാം. തുറന്നിട്ട് ലഗേജ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഡിക്കിലോ. ഗൈസ്, നമ്മൾ 10000 രൂപയുടെ പടക്കം മേടിച്ചു ഗൈസ്. 10000 രൂപ. ഇവിടെ വന്നു കഴിഞ്ഞാൽ 10000 രൂപ, 30000 രൂപയുടെ പടക്കാം. 240 ഷോട്ടിന് 240 500 ഷോട്ടൊക്കെ നമുക്ക് മേടിക്കും. തങ്കച്ചേട്ടന്റെ വിലയ്ക്ക് ഒന്ന് വിടണം. അങ്ങോട്ട് വിടുന്നു, ഞാൻ വിരയിലോട്ട് ഉറപ്പായിട്ടും വിടും. ഇല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ മുങ്ങും. ഇക്കാര്യം മറന്നിട്ടില്ലേ, തങ്കത്തിന് എല്ലാവരും മനസ്സിൽ കാണുന്നുണ്ട്. തങ്കച്ചന് പൊന്നപ്പനൊക്കെ ഉണ്ട്. ഞാൻ ഡിക്കി സെറ്റാക്കട്ടെ, ഡിക്കി ചാക്ക പിടിച്ചിട്ട് ഒരു ചാക്ക് പടക്കം മേടിച്ചു, ഒരു ചാക്ക് പടക്കം മേടിച്ചു. ഈ ചേട്ടന്മാർ ഇവിടെ കന്നഡ മൂവി റിലീസിങ് ആണ്. അപ്പോൾ നാളെ ആഘോഷത്തിന് വേണ്ടി 10,000-40,000 രൂപ പടക്കം മേടിച്ചേക്കുന്നത്. ഇത് വിജയ് ഫാനാണ്. വിജയ് ഫാനാണ്. വിജയ് ഫാനാണ്. ആ കൈമല്ലുള്ള പച്ച കുത്തി നമ്മുടെ വണ്ടി വെളി കിടക്കും, പുറത്തേക്ക് പടക്കം. ഇത് മയിൽപ്പടക്കം അല്ലേ? വിജയ് പച്ച കുത്തിയാണ്. ഇവിടെ ഇവിടെ അവിടെ വിജയ് മാത്രമേ ഉള്ളൂ. മേടിച്ച് ഞങ്ങൾ വണ്ടി ലോഡാക്കി, വണ്ടിയിൽ ഇടയില്ല ഇപ്പം. വണ്ടിയെ എല്ലാ സാധനമെല്ലാം കയറ്റി സെറ്റാക്കി വണ്ടി എടുക്കാൻ പോകണം ഗൈസ്. അപ്പം ഇബ്രാഹിം കുട്ടിക്ക 1000 രൂപയുടെ പടക്കം മേടിച്ച്, സലീം 2000 രൂപയുടെ പടക്കം മേടിച്ച്, ഞാനും മേടിച്ചു ഗൈസ്.